പ്രിയമുള്ളവരെ നമസ്കാരം. തൊപ്പി എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം നല്ലൊരു മനുഷ്യനാണ്. ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തതാ. പക്ഷെ തൊപ്പിന്റെ കൂടെയുള്ള റാംബോ അവൻ ഇപ്പൊ തുടങ്ങിയിരിക്കുന്നത് എല്ലാ പ്രശ്നത്തിനും കാലക്കേട് വിളിച്ചിരുന്നതാണ്. ഒന്ന് റാംബോ, ഒന്ന് മമ്മു, മറ്റൊരുണ്ടല്ലോ ഒരു ചച്ച അതിന് പേരെന്ത് ഭണ്ഡാരം. അങ്ങനെ സംഭവം ഒരുപാട് ഇവിടെ എല്ലാ കാലത്തും ഇവന്മാർ ഇടപെടും. ഇവന്മാരായിരുന്ന വിചാരം, ഇവന്മാർക്ക് എന്തായിരുന്നു വിചാരം? സോഷ്യൽ മീഡിയയിൽ എൻ്റെ വീഡിയോ ഇറക്കിയാലും ഇവന്മാർ വലിയൊരു സംഭവമായ പോയി പണിയൊക്കെ MRC ഗ്യാങ് എത്ര അവന്മാരെ മുഖത്തേക്ക് ചേർത്തേക്കാണ്. ഞാൻ ഇപ്പോഴും പറയാം, തൊപ്പി നല്ലൊരു തന്നെ. ആ റാമ്പ് അവൻ്റെ കരനെ കുട്ടിക്ക് രണ്ടെണ്ണം അടിച്ച് പൊടിക്കണം. എൻ്റെ കയ്യിലോട്ട് എങ്ങാനെങ്കിലും ആ റാമ്പിനെ കിട്ടിയാൽ അന്ന് അവൻ്റെ അവസാനം ചെയ്തു കൊടുക്കുന്ന എല്ലാ കാര്യത്തിലും ഇടപെട്ട് ഈ തൊപ്പിനെ അവന്മാർക്ക് ഇല്ലാതാക്കണം. അതാണ് അവന്മാരുടെ പരിപാടി. തൊപ്പി ഒരു പൊട്ടനാതെ കൊണ്ട് നടക്ക്. എൻ്റെ സ്ഥാനത്താണെങ്കിലോ ഞാൻ എപ്പോഴേ കറിനെക്കുറിച്ച് അടിച്ച് പൊടിച്ച് ചമ്മന്തിയാക്കുന്ന സമയം എപ്പോഴേ കഴിഞ്ഞ്. ഒരുമാതിരി തടിയും കറുപ്പ് കളറും റാമ്പ്, അവൻ്റെ പേരിന് തകർത്ത സംഭവം. അവൻ എന്തെന്ന് അവൻ്റെ വിചാരം? അല്ല അവൻ ആരാ? അവൻ എന്താ? ലോകം മൊത്തം അവൻ്റെതെന്നാ വിചാരം? പന്നെ അല്ല, എന്തെങ്കിലും അവൻ്റെ കൈക്ക് കിട്ടും, അന്ന് ഞാൻ അവന് കാണിച്ചു കൊടുക്കും. അന്ന് അവൻ്റെ ഞാൻ അവസാനം ചെയ്യിപ്പിക്കും. അത് ഉറപ്പാ. നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതാ. ഈ ഷാജാൻ അങ്ങോട്ട് തെരി പറഞ്ഞതും ഈ തൊപ്പി ഇങ്ങോട്ട് തിരിഞ്ഞത് എല്ലാം റാമ്പ് കാരണം. അന്ന് റാമ്പ് വലിയൊരു വിരസിയിരുന്നു. എന്ത് മുറ്റത്തൊക്കെ ആൾ തല്ലി പൊളിക്കുന്നു. മുറ്റത്തൊക്കെ പോയിട്ടാകുമ്പോഴത്തേക്കോ അവർ പട്ടി പോലില്ലായിരുന്നു. അത് വേറെ കാര്യം. ആരൊരാൾ വന്നിട്ട് ഡോർ നന്നായിട്ട് ലോക്ക് ചെയ്തിട്ട് പോയതാ. എന്നിട്ട് ഇപ്പം അവൻ്റെ ഇത് ലൈഫ് സ്ട്രീം ഒന്ന് ഉഷാറാവണം, മുന്നോട്ട് പോകണം, വ്യൂസ് വരണം എന്നിട്ട് തുണിപൊക്കി കാണിച്ചാൽ പോലെ ജാസിനെ പോലെ. എന്നിട്ട് അവൻ്റെ ഇത് ബാക്കിയുള്ള പ്രശ്നത്തിൽ വലിച്ചിടണോ തേൻ്റെക്ക്? അവൻ്റെ കൈക്കിട്ട് ഞാൻ വെറുതെ വെക്കില്ല. ഇവന്മാരൊക്കെ യൂട്യൂബിൽ, മലയാള യൂട്യൂബിൽ നിന്ന് കേരള യൂട്യൂബിലൊന്നും മെമ്പർഷിപ്പ് ഒന്നും ഇല്ലാത്ത വ്യക്തികളാ. മെമ്പർഷിപ്പ് ഒന്നും ഇവന്മാർ ഇല്ല, മെമ്പർഷിപ്പ് കൊടുക്കാനും പോകുന്നില്ല. അത് വേറെ കാര്യം. നമ്മളൊക്കെ ചെറിയ ബ്ലോഗറാണെങ്കിലും വലിയ വ്യൂസ് ഒന്നും ഇല്ലെങ്കിലും നമുക്കൊക്കെ ഒരു മെമ്പർഷിപ്പ് ഉണ്ട് കേരളത്തിൽ. ഇവന്മാർക്ക് ഈ മെമ്പർഷിപ്പ് കാര്യങ്ങളൊന്നും ഇല്ല. അത് വേറെ കാര്യം. എന്നിട്ട് എല്ലാ പ്രശ്നത്തിനും ഇവൻ ആര്? അല്ലെ വീണ്ടും ഒരു പ്രശ്നം തീർന്നു. അതിൻ്റെ ഒരു വിവരത്തില്ലാത്ത. എന്നിട്ടും അവൻ വലിച്ചിരുന്നാരാ? ഇനി വലിച്ചിട്ട് സോഷ്യൽ മീഡിയയിലെല്ലാം അവന് റീപ്ലൈ കൊടുക്കുന്നു. പോയാണ് കാരനെ കൂടി പിടിക്കുന്ന നായി അവൻ. സത്യത്തിന് തൊപ്പി ഞാൻ ഒന്ന് പറയട്ടെ, നീ അവനെ വെച്ചേക്കല്ലേ? ഈ ബുദ്ധി ഇല്ലാത്തതിനല്ലേ എന്തിനാ നീ വെക്കുന്നത്? നിനക്ക് വേറെ പണിയൊന്നില്ലേ? ഇവന്മാർക്ക് തൊപ്പിൻ്റെ അടുത്ത് ഇത്രയും സ്നേഹം ഉണ്ടായെങ്കിൽ വീണ്ടും ഈ പ്രശ്നം വിളിച്ചിട്ടില്ലായിരുന്നു. ഇവൻ്റെ എന്നിൻ്റെ കരപ്പ തെണ്ടേക്ക്. അല്ല കാര്യം പറഞ്ഞത്, തെണ്ടിനെ വിളിക്കാം. അവൻ ചെയ്യുന്നത് ചെയ്യട്ടെ. തെണ്ടി ഇവന്റെ വോയിസ് കേട്ടാ. ഈ നായിഞ്ചാമോൻ എന്തൊക്കെ ബായിൽ വന്ന പോലുണ്ടല്ലേ, എന്തൊക്കെ നാക്കിൽ എല്ലില്ലാണ്ട് എന്തൊക്കെ പറഞ്ഞല്ലേ. ഒരു നാക്ക് പിരിഞ്ഞെടുക്കണം പുലിയാടി മോന്റെ. നീ സംസാരിച്ചല്ലേ, ഇനി നീ അടുത്ത സംസാരിക്കുമ്പോഴത്തേക്കില്ലേ നിന്റെ നാക്കിൽ ബായിൽ പല്ലുണ്ടായിരുന്നു. നായെ നിന്നെ കിട്ടട്ടെ. നീ എവിടെയാണോ ഞാൻ പൊക്കും. ബായ് കൊണ്ട്, എന്റെ ബായ് കൊണ്ട് പറയിപ്പിക്കല്ലേ. എന്റെ ബായ് ഇതായിപ്പോവും നാറി.